ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി നമ്മുടെ നോക്കാൻ പോകുന്നത് കേരള PSC കഴിഞ്ഞ മാസം 28 പബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയാനാണ്. ഒന്ന് കേരള സിവിൽ പോലീസിലോട്ടുള്ള SI, അതുപോലെ ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ടുള്ള SI. ഇങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ മാസം 28, അതായത് നവംബർ 28 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് പോസ്റ്റുകളിലോട്ടുമുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോസ്റ്റിലോട്ട് നിയമിക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ, അതായത് നല്ല സാലറിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് പീരീഡിൽ തന്നെ നമുക്ക് സാലറി വാങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ പോസ്റ്റ് വരുന്നത്. PSC കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് വമ്പൻ അവസരമാണ് മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം തുടക്കത്തിൽ തന്നെ നല്ല സാലറിയോട് കൂടി ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് മുന്നിൽ വന്നിട്ടുള്ളത്. ഇനി കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള SI നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് 3 കാറ്റഗറി ആയിട്ടാണ്. കാറ്റഗറി 1 വരുന്നത് ഓപ്പൺ മാർക്കറ്റ് ആണ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാറ്റഗറി. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 1. ഇനി കാറ്റഗറി 2 വരുന്നത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ്സ് ഓഫ് പോലീസിനുള്ളതാണ്. അവർക്ക് SI ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 2. കാറ്റഗറി 3 വരുന്നത് ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾസിനുള്ളതാണ്. അവർക്ക് SI ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 3 വരുന്നത്. ഈ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 1 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ കാറ്റഗറി 2 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. കാറ്റഗറി 3 ഗ്രാജുവേറ്റ് കോൺസ്റ്റബിൾസിന് വരുന്നത് 36 വയസ്സ് വരെയാണ് അവർക്കും ഏജ് ലിമിറ്റ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ രണ്ട് പോസ്റ്റിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ഈ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫീസർ ലെവലിലോട്ടാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതൊരു കാൻഡിഡേറ്റ്സ് ആയാലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് മിനിമം വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 165.10 സെന്റിമീറ്റർ ആണ്. SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 160.02 സെന്റിമീറ്റർ ആണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 185 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് വേണ്ട ഐ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ണിലും ഡിസ്റ്റന്റ് വിഷൻ 6/6 വരണം. അതുപോലെ നിയർ വിഷൻ വരേണ്ടത് 0.5 ആണ്. ഈ നെക്സ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ടുള്ള SI. ആംഡ് പോലീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നും ഒരുപാടില്ല. ക്യാമ്പിലോട്ടാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. സാലറി വരുന്നത് SIയുടെ സെയിം സാലറിയാണ് വരുന്നത്. 47,600 രൂപ മുതൽ 97,600 രൂപ വരെയാണ് സാലറി വരുന്നത്. ഇവിടെ ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ടാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നതൊക്കെ സെയിം തന്നെയാണ്. 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC അതുപോലെ SC ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു പോസ്റ്റിലോട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ഗ്രാജുവേഷൻ ആണ്. ഒരു ഡിഗ്രിയുള്ള ഏതൊരാൾക്കും, ഏതൊരു മെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 167 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ ചെസ്റ്റ് മെഷർമെന്റ് 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വരെ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്തുകൊണ്ട് ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ലാന്ന്. ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മെയിനായിട്ട് ക്യാമ്പിലോട്ടാണ് പോലീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഈ രണ്ട് പോസ്റ്റ് തമ്മിൽ ആകെ ഒരു വ്യത്യാസം അതാണ്. ആദ്യത്തെ കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 2 പേർക്ക്, അതായത് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റിലോട്ട് ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു പോസ്റ്റിലോട്ട് വേണ്ട ഐ വിഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റന്റ് വിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കണ്ണിലും 6/6 ആണ് വേണ്ടത്. നിയർ വിഷൻ നോക്കുകയാണെങ്കിൽ 0.5 ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതുവരെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു അപ്ലൈ ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടും ഇതുവരെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുകയാണ്. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.